നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നത് നാം തോറ്റുപോകുവാനല്ല, പിന്നെയോ വിജയിച്ച് മുന്നേറുവാനാണെന്ന് ഓർക്കണം. ഈ കോവിഡ് കാലത്തൊക്കെ പരീക്ഷയില്ലാതെ വന്നപ്പോൾ പഠിച്ച കുട്ടികൾക്ക് എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്നറിയാമോ? പിന്നെ പഠിക്കാത്തവർക്ക് ഉഴപ്പി നടക്കുന്നതാണല്ലോ ഇഷ്ടം, പരീക്ഷയില്ലാത്തത് അവർക്ക് വലിയ ഇഷ്ടമാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അബ്രഹാമിനെ പരാജയപ്പെടുത്തുവാനായിരുന്നില്ല, കഷ്ടപ്പെടുത്തുവാനായിരുന്നില്ല. ഈ കാറിൻ്റെയൊക്കെ ക്രാഷ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടിട്ടില്ലേ? അതാണ് സംഭവിച്ചത്. ഈ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് കാറ് പൊട്ടിച്ചു കളയാനല്ല, ആ കാറിൽ സഞ്ചരിച്ചാൽ നിങ്ങൾ പൊട്ടിപ്പോകില്ല, സുരക്ഷിതരായിരിക്കുമെന്ന് ഉറപ്പാക്കുവാനാണ്. നമുക്ക് ഇന്നത്തെ പഠനത്തിൽ അതുപോലെ ഒരു ചിന്തയാണ് കാണുവാനായിട്ടുള്ളത്. ഒരുമിച്ച് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. തിരുവചനത്തിലെ ഉന്നതമായ മറ്റൊരു വിഷയത്തിലേക്കാണ് നാം 22-ാം അധ്യായത്തിൽ പ്രവേശിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ കൊടുമുടികളിലൂടെയാണ് 22-ാം അധ്യായത്തിൽ നാം നടക്കുന്നത്. അബ്രഹാം തന്റെ മകൻ ഇസഹാക്കിനെ യാഗമർപ്പിക്കുന്നതാണ് ഈ അധ്യായത്തിലെ വിഷയം. ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ യാഗമർപ്പിക്കാൻ ദൈവം അബ്രഹാമിനോട് ആജ്ഞാപിച്ചു. എന്നാൽ അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ തയ്യാറായി എന്ന് കണ്ടപ്പോൾ അവസാന നിമിഷത്തിൽ ദൈവം അബ്രഹാമിനെ ആ ഉദ്യമത്തിൽ നിന്നും, യാഗമർപ്പിക്കുന്ന ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. അബ്രഹാമിന് ദൈവം 7-ാമത്തെ പ്രാവശ്യം, അതായത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ അവസാനത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നതായി നാം ഇവിടെ കാണുന്നു. ഇതിനുശേഷം അബ്രഹാമിനോട് ദൈവം ഒന്നും തന്നെ ആജ്ഞാപിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മനുഷ്യനെ ദൈവം പരീക്ഷിച്ച ഏറ്റവും ഒടുവിലത്തെ പരീക്ഷ ഇതായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ബൈബിളിലെ ഏറ്റവും മഹത്തായ 10 അധ്യായങ്ങൾ പറയുവാൻ പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം മറക്കാതെ പറയും എന്ന്. അത് അങ്ങനെ തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം മനുഷ്യനെ ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി അഭിപ്രായപ്പെടുകയെങ്കിലും ചെയ്തിട്ടുള്ള അധ്യായം ഇതത്രേ. മനുഷ്യബലി തെറ്റാകുന്നു എന്ന് മനുഷ്യന് വ്യക്തമാക്കി കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലുമുള്ള കാര്യമത്രേ. ഈ സംഭവം അത് വെളിപ്പെടുത്തുന്നു. ഇത് വെളിപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്തെന്നാൽ, പാപികളെ രക്ഷിക്കുന്നതിനായി ഒരു ജീവിതം ബലിയായി നൽകുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ആ സ്ഥാനം വഹിക്കുന്നതിന് യോഗ്യരായ മനുഷ്യരിൽ ആരും തന്നെ ഇല്ല. ദൈവത്തിന്റെ പുത്രൻ ഒരുവൻ മാത്രമാണ് ആ സ്ഥാനം വഹിപ്പാൻ യോഗ്യൻ. ദൈവം തന്റെ പുത്രനെ ആദരിച്ചില്ല എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. എന്നാൽ താങ്കൾ അതിനോട് ചേർത്ത് പറയേണ്ടത് ദൈവം അബ്രഹാമിന്റെ പുത്രനെ ആദരിച്ചു എന്നത്രേ. മാത്രമല്ല, ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം അബ്രഹാമിനെ അനുവദിച്ചില്ല. ഈ അധ്യായം സങ്കീർത്തനം 22-ഉം യെശയ്യാ പ്രവചനം 53-ഉം അധ്യായങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്നതത്രേ. ക്രിസ്തുവിന്റെ ക്രൂശിനെ സംബന്ധിക്കുന്ന ഈ വലിയ സത്യങ്ങൾ ആദ്യമായി ഈ അധ്യായത്തിൽ കണ്ടപ്പോൾ വാസ്തവത്തിൽ അതെന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇസഹാക്കിന്റെ ജനനത്തിൽ മാത്രമല്ല, ഇസഹാക്കിന്റെ യാഗത്തിലും നമ്മുടെ കർത്താവിന്റെ ജീവിതത്തോടുള്ള ആശ്ചര്യകരമായ സാമ്യമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി യാക്കോബ് തന്റെ ലേഖനം എഴുതിയപ്പോൾ അതിൽ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അത് വളരെ രസകരമായിരിക്കുന്നു. ബൈബിളിലെ മറ്റ് പല ഭാഗങ്ങളുമായി വിപരീതത്വം തോന്നാവുന്ന ഒരു പ്രസ്താവനയത്രേ യാക്കോബ് തന്റെ ലേഖനത്തിൽ നടത്തിയത്. യാക്കോബ് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. വിശുദ്ധ പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നാം കാണുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ആരാണ് ശരി, യാക്കോബോ പൗലോസോ? എന്റെ ഉത്തരം അവർ രണ്ടുപേരും ശരിയാണെന്നാണ്. ഒന്നാമത് നാം മനസ്സിലാക്കണം, അവർ രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, വിശ്വാസം. യാക്കോബ് വിശ്വാസത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതിന്റെ പ്രായോഗിക വശം. അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചല്ല യാക്കോബ് പറയുന്നത്. പൗലോസ് സംസാരിക്കുന്നത് ദൈവം മുൻപാകെയുള്ള നീതീകരണമാകുന്നു. അതിന് അവൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായമാണ് ഉദ്ധരിക്കുന്നത്.
അന്ന് അബ്രഹാം വിശ്വാസത്താൽ നടക്കുവാൻ ആരംഭിക്കുന്നതേ ഉള്ളായിരുന്നു. ആ സമയത്ത് ദൈവം മാത്രമാണ് അവന്റെ ഹൃദയം അറിഞ്ഞത്. അബ്രഹാം തന്നിൽ വിശ്വസിച്ചു എന്നും ദൈവം കണ്ടു. ഉൽപ്പത്തി 15:6 നാം വായിച്ചല്ലോ, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അന്ന് മറ്റുള്ളവർ അബ്രഹാമിനെ നോക്കിയിട്ട് ഇവൻ നീതിമാനാകുന്നെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കാണും. എന്നാൽ തന്റെ മകനെ ഹോമയാഗം കഴിക്കുവാനായി അബ്രഹാം മുൻപോട്ട് വന്നപ്പോൾ കഠിന ഹൃദയരായ ഫെലിസ്ത്യർ പോലും അംഗീകരിച്ച ഒരു വസ്തുത എന്തെന്നാൽ അബ്രഹാം തന്റെ വിശ്വാസം പ്രവൃത്തികളാൽ വെളിപ്പെടുത്തിയെന്നത്രേ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്ന്. എപ്പോഴാണ് അവൻ നീതീകരിക്കപ്പെട്ടത്? അവൻ ഇസഹാക്കിനെ യാഗമായി അർപ്പിച്ചപ്പോൾ. എന്നാൽ ഉയർന്നു വരാവുന്ന വേറൊരു ചോദ്യം എന്തെന്നാൽ അബ്രഹാം വാസ്തവത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചോ എന്നതാണ്. അതിനുള്ള ഉത്തരം അബ്രഹാം യാഗം കഴിച്ചില്ല എന്ന് തന്നെയാണ്. എന്നാൽ അവൻ അതിന് തയ്യാറായിരുന്നു, മനസ്സുവെച്ചു എന്നുള്ള ആ ഒരൊറ്റ കാര്യമാണ് യാക്കോബ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത്. അബ്രഹാമിന് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു എന്ന്. ഈ അധ്യായത്തിലെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെയാണ് യാക്കോബ് ഊന്നി പറയുന്നത്. പൗലോസ് സംസാരിക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിലെ വിശ്വാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അത് 15-ാം അധ്യായത്തിൽ, അതായത് ഉൽപ്പത്തി 15-ൽ നാം കാണുന്നതാണ്. ഇനി നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് അതിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാം. 1-ാം വാക്യം, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. പരീക്ഷിക്കുക എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം തെറ്റിദ്ധരിക്കരുത്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല എന്ന് യാക്കോബ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്നു എന്നത്രേ അർത്ഥം. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു, എന്നിട്ട് വളരെ ആശ്ചര്യജനകമായ ഒരു കാര്യം ചെയ്യുവാൻ അവനോട് പറഞ്ഞു. 2-ാം വാക്യം, അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. ഈ അധ്യായം കഴിഞ്ഞ ഉടനെ, അതായത് 23-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സാറയ്ക്ക് 127 വയസ്സായിരുന്നു എന്നത്രേ. ഈ പറഞ്ഞത് ഈ അധ്യായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഇസഹാക്ക് ഒരു ചെറിയ കുട്ടിയല്ലായിരുന്നു എന്നാണ്. ഇസഹാക്ക് ജനിക്കുമ്പോൾ സാറയ്ക്ക് 90 വയസ്സായിരുന്നു. 127 വയസ്സായപ്പോൾ അവൾ മരിച്ചു. അതിന്റെ അർത്ഥം സാറ മരിക്കുമ്പോൾ ഇസഹാക്കിന് 37 വയസ്സുണ്ടായിരുന്നു എന്നാണല്ലോ. ഈ അധ്യായത്തിൽ ഇസഹാക്കിനെ ബാലൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അവൻ അവന്റെ 30കളിലാകുന്നു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. എന്നാൽ വാസ്തവം അതാകുന്നു. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട്. അബ്രഹാമിന്റെ ഹൃദയത്തിലും ദൈവത്തിനും ഇതെങ്ങനെ അനുഭവപ്പെടും എന്നൊന്ന് ശ്രദ്ധിച്ചാലും, നിന്റെ മകനെ കൂട്ടിക്കൊണ്ട് തൃത്വത്തിൽ കർത്താവായ യേശു ഒരു മകന്റെ സ്ഥാനമാകുന്നു എടുത്തത്. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ, കർത്താവായ യേശുക്രിസ്തുവിനെ ഏകജാതനായ പുത്രനായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല യേശു കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന്. എവിടെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്? മോറിയാദേശത്ത്. ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക സ്ഥലത്താണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവാലയം പണിതതെന്നും യേശു കർത്താവിനെ ക്രൂശിച്ച സ്ഥലവും ഈ കുന്നിൻ ചരിവിൽ ആയിരുന്നു എന്നാണ്. പാളയത്തിന് വെളിയിൽ വെച്ചാണല്ലോ കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. ഈ പറഞ്ഞ സ്ഥാനത്ത് തന്നെയാണെന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ തീർച്ചയായും അവൻ മരിച്ചത് അതേ കുന്നും പ്രദേശത്താണ്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിച്ച അതേ പർവ്വതത്തിൽ. എന്നിട്ട് ദൈവം പറയാണ്, അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. മോശയിക ന്യായപ്രമാണം വരെ ഹോമയാഗമായിരുന്നു കഴിച്ചിരുന്നത്. തുടർന്ന് പാപയാഗവും അകൃത്യയാഗവും നൽകപ്പെട്ടു. ഇവിടെ ഹോമയാഗം ക്രിസ്തുവിന്റെ ആളത്വത്തെയാണ് കാണിക്കുന്നത്. അതായത് അവൻ ആരാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഒരു മനുഷ്യ ബലിയുടെ കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് മറക്കരുത്. ന്യായമായി ഇവിടെ ഒരു ധാർമ്മിക സംശയം ഉയർന്നു വരാവുന്നതാണ്. അതായത് മനുഷ്യബലി തെറ്റല്ലേ എന്ന്. അതെ, ധാർമ്മികമായി അത് തെറ്റാണ്. അഥവാ നിങ്ങൾ അന്ന് അബ്രഹാമിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നെങ്കിൽ അവനോട് ഇങ്ങനെ ചോദിച്ചു എന്നിരിക്കട്ടെ, അബ്രഹാമേ, അങ്ങ് എവിടേക്കാണ് ഈ ധൃതി വെച്ച് പോകുന്നത്? അതിനവൻ നൽകുന്ന മറുപടി ഇപ്രകാരമായിരുന്നിരിക്കും, ഈ ഇസഹാക്കിനെ ഹോമയാഗം കഴിക്കുവാൻ. അബ്രഹാമിൽ നിന്നും അത്തരത്തിലൊരു മറുപടി ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞെട്ടിത്തിരിഞ്ഞ് നിങ്ങൾ ഉടനെ ചോദിക്കും, എന്താ ഹോമയാഗമോ? അതും ഇസഹാക്കിനെയോ? അത് തെറ്റാകുന്നു എന്ന് അങ്ങേക്കറിയില്ലേ അബ്രഹാമേ? അതിന് അബ്രഹാം മറുപടി പറയും, അത് തെറ്റാകുന്നു എന്ന് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും അങ്ങനാണ് മനസ്സിലാക്കിയിരിക്കുന്നത്.
ഇവിടെ എനിക്ക് ചുറ്റുമുള്ള ഈ വിജാതീയരായ ആളുകൾ മനുഷ്യനെ ബലിയർപ്പിക്കാറുണ്ട്. എന്നാൽ ഞാൻ സേവിക്കുന്ന എൻ്റെ ജീവനുള്ള ദൈവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മനുഷ്യക്കുരുതി തെറ്റാകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയം പിന്നെയും വർദ്ധിച്ചു. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, എന്നാൽ പിന്നെ നീ എന്താണ് ഈ ചെയ്യുന്നത്? മണ്ടത്തരം, വെറും സ്വപ്നം ഏതാണ്ട് കണ്ടതാണ്, വെറുതെ നീ ഇത് ചെയ്യരുത്. അതിന് അബ്രഹാം നൽകുന്ന മറുപടി ഇപ്രകാരമായിരിക്കും: കുഞ്ഞെ, എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ദൈവം ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാൻ എന്നോട് കൽപ്പിച്ചു എന്ന് മാത്രമാണ്. എനിക്കും ഇത് മനസ്സിലാകുന്നില്ല. എന്നാൽ 50 വർഷത്തിലധികമായി ഞാൻ അവനോടൊപ്പം നടക്കുകയാണ്. അവന്റെ ശബ്ദം തിരിച്ചറിയാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരിക്കൽ പോലും അവൻ എന്നെ കൈവെടിഞ്ഞിട്ടുമില്ല. മാത്രവുമല്ല, ഏറ്റവും നല്ലതല്ലാത്ത ഒരൊറ്റ കാര്യം പോലും ഇതുവരെ ചെയ്യുവാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നത് എന്തെന്നാൽ, ദൈവം പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കുമെങ്കിൽ ദൈവം ഇസഹാക്കിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കും. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അബ്രഹാം ഇസഹാക്കിനെ തന്നോടൊപ്പം കൊണ്ടുപോകുന്ന ഈ ചിത്രം വർണ്ണിക്കുവാൻ പ്രയാസമാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു, കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. അബ്രഹാം ഇസഹാക്കിനെ തന്നോടൊപ്പം കൊണ്ടുപോകുന്നു. അതുമാത്രമല്ല, ഹോമയാഗത്തിനുള്ള വിറകും അവൻ കൂടെ കൊണ്ടുപോകുന്നു. 4-ാം വാക്യത്തിൽ കാണുന്നത്, 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു. അവിടെ എത്തുവാൻ അബ്രഹാമിന് 3 ദിവസം വേണ്ടി വന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, അതായത് 3-ാം ദിവസമാണ് അബ്രഹാമിന് ഇസഹാക്കിനെ ജീവനോടെ തിരികെ ലഭിച്ചത്. മരണത്തിൽ നിന്നും തിരികെ ലഭിച്ചതുപോലെ ദൈവം അരുളി ചെയ്ത ദിവസം അബ്രഹാമിന് ഇസഹാക്കിനെ കിട്ടി. ദൈവം ആദ്യം അവനോട് അരുളി ചെയ്ത ആ ദിവസം അബ്രഹാമിന് ഇസഹാക്ക് മരിച്ചതിന് തുല്യമായിരുന്നു. അങ്ങനെയാണ് അബ്രഹാം അത് കണ്ടത്. ഇസഹാക്ക് 3-ാം ദിവസം ഉയർക്കപ്പെട്ടു. എത്ര അത്ഭുതകരമായ ഒരു ചിത്രം ഇവിടെ വീണ്ടും കാണുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ഇനിയും അപ്പനും മകനും തമ്മിലാണ് ഇടപാട് നടത്തുവാൻ പോകുന്നത്. മറ്റവരൊക്കെ മാറി. അബ്രഹാമും ഇസഹാക്കും തമ്മിൽ. വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ ക്രൂശിങ്കൽ നിന്നും വെളിയിലാക്കിയതായിരുന്നു. സകല മനുഷ്യനെയും. നട്ടുച്ചയ്ക്ക് ഇരുട്ട് വ്യാപിച്ചപ്പോൾ കട്ട പിടിച്ച കൂരിരുട്ടിൽ വാസ്തവത്തിൽ മനുഷ്യൻ ക്രൂശിങ്കൽ നിന്നും വെളിയിലാകുകയായിരുന്നു, പുറത്തുപോയി. ഒരു മനുഷ്യനും പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത കുറ്റിരുട്ട്. ആ ഒടുവിലത്തെ 3 മണിക്കൂറുകളിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ യാഗം ആക്കുന്ന യാഗപീഠമായി ആ ക്രൂശ്. ആ ക്രൂശിലെ ഇടപാട് പിതാവും പുത്രനും തമ്മിൽ മാത്രമായി. മനുഷ്യൻ വെളിയിൽ, ഇതിലൊന്നും ഒരു പങ്കും ഇല്ലാതെ വെളിയിൽ. ഇവിടെയും ചിത്രം അതുതന്നെയാണ്. അബ്രഹാമും ഇസഹാക്കും മാത്രം ശേഷിച്ചു. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു എന്ന് പറയുമ്പോൾ ഓർക്കണം, ക്രിസ്തു തന്റെ ക്രൂശ് സ്വയം ചുമന്നത് നാം കാണുന്നു. തീയ് ഇവിടെ ന്യായവിധിയെ കാണിക്കുന്നതാണ്. കത്തി ന്യായവിധി നടത്തുന്നതിനെ കുറിച്ചുള്ളതാണ്. ഹോമയാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 7-8 വാക്യങ്ങളിൽ, അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിനെ അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുടുങ്ങി കിടക്കുന്നതായി കണ്ടു. അബ്രഹാം ആ ആട്ടുകൊറ്റനെ പിടിച്ച് യാഗം കഴിച്ചു. നാം ഇപ്പോൾ ഈ വായിച്ച വാക്യത്തിൽ അബ്രഹാം പറയുന്നത് ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്നാണ്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെങ്ങും ഒരു ആട്ടിൻകുട്ടിയുമില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു ആട്ടുകൊറ്റൻ മാത്രമായിരുന്നു. അവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തി വിളിച്ചറിയിക്കുന്നതുവരെ കുഞ്ഞാടിനെ നൽകിയിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. യോഹന്നാൻ 1:29. ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് അബ്രഹാം പറയുന്നു. അബ്രഹാം ഒരു പ്രവാചകനെ പോലെ ഇവിടെ സംസാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവൻ പറയുന്നത്.
ഇനി വളരെ ഗൗരവമേറിയ ഒരു രംഗത്തേക്കാണ് നാം വരുന്നത്. തനിക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തന്നെ തന്റെ കുട്ടിയെ യാഗം കഴിക്കുവാൻ അബ്രഹാം ഒരുങ്ങിക്കഴിഞ്ഞു. 9-ാം വാക്യം. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി. അബ്രഹാം എങ്ങനെങ്കിലും പിടിച്ചു കെട്ടത്തക്കവണ്ണം ഇസഹാക്ക് ഒരു ചെറിയ കുട്ടി ആയിരുന്നില്ല എന്ന് ഓർക്കണം. അവനൊരു നല്ല യൗവനക്കാരനായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അവർ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായ ഒരു മൽപ്പിടുത്തം നടന്നിരുന്നാൽ ഇസഹാക്ക് പ്രായം ചെന്ന തന്റെ പിതാവിനെ നിഷ്പ്രയാസം കീഴടക്കിയേനെ. എന്നാൽ അനുസരണത്തോടെ ഇസഹാക്ക് വിധേയപ്പെടുന്നു. അതെ, നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ കാൽവറി കുന്നിൽ കേട്ട അതേ ശബ്ദം, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിനെ നേരിട്ടത് ഓർക്കുന്നില്ലേ? അനുസരണം. പിതാവിന്റെ ഹിതം നിറവേറ്റുവാനാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിങ്കിലേക്ക് ചെന്നത്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ചിത്രം അതിനോട് എത്ര സാമ്യമുള്ളതാകുന്നു എന്ന് നോക്കുക. 10-ാം വാക്യത്തിൽ, പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഇങ്ങനൊരു രംഗവും കണ്ടുകൊണ്ട് നിങ്ങളും ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉച്ചത്തിൽ ഇപ്രകാരം ചോദിച്ചേരി, അബ്രഹാമേ അബ്രഹാമേ, അങ്ങ് അത് ചെയ്യുവാൻ തന്നെയാണോ പോകുന്നത്? നീ ഈ ക്രൂരകൃത്യം അറിവില്ലാത്തത് കൊണ്ടാണ്, അന്ധവിശ്വാസം കൊണ്ടാണ് ചെയ്യുവാൻ പോകുന്നത്. ഇത് ദൈവം അനുവദിക്കുന്നത് പോലെ തോന്നുന്നോ? അതിന് മറുപടിയായി അബ്രഹാം പറയും, തീർച്ചയായും ഞാനിത് ചെയ്യുവാൻ പോകുകയാണ്. ഇങ്ങനൊരു കാര്യം തെറ്റാകുന്നു എന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതെനിക്കൊട്ട് മനസ്സിലാകുന്നുമില്ല. എന്നാൽ ഞാൻ ദൈവത്തെ അനുസരിക്കുവാനാണ് പഠിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുവാൻ പോവുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ പ്രതിസന്ധി തന്നെയാണിത്. വളരെ വ്യക്തമായ 4 പ്രതിസന്ധികളിലൂടെ ദൈവം ഈ മനുഷ്യനെ കടത്തിക്കൊണ്ടുപോയതാണ്. അവയിൽ ഓരോന്നും തന്റെ ആത്മാവിന് യഥാർത്ഥ വ്യായാമം ആകുകയും ചെയ്തിരുന്നു. അവന്റെ ഹൃദയത്തിൽ യഥാർത്ഥമായ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഒന്നാമതായി, എല്ലാ ബന്ധുമിത്രാദികളെയും വിട്ടിട്ട് കൽദേരുടെ ഊരിൽ നിന്ന് പുറപ്പെടുവാനുള്ള നിർദ്ദേശം. അവിടെയുള്ള സകലരെയും വിട്ടുപോകുവാനായി ഒരു കൽപ്പന. അത് അബ്രഹാമിനൊരു യഥാർത്ഥ പരീക്ഷയായിരുന്നു. ആദ്യം അവൻ പറഞ്ഞതുപോലെ ചെയ്തില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ ആ വേർതിരിവ് നടന്നു. രണ്ടാമതായി ഉണ്ടായ പരീക്ഷ ലോത്തുമായുള്ള ബന്ധത്തിലാണ്. അബ്രഹാം ലോത്തിനെ സ്നേഹിച്ചു. അബ്രഹാമിന് അങ്ങനെ സ്നേഹമില്ലായിരുന്നെങ്കിൽ താൻ പോയിടത്തെല്ലാം ലോത്തിനെ കൂടെ കൊണ്ടുപോകുകയില്ലായിരുന്നല്ലോ. എന്നാൽ അവർ തമ്മിലും വേർപിരിയേണ്ട സമയം വന്നു. ലോത്ത് സോദോമിലേക്ക് പോയി. തുടർന്ന് തന്റെ മകനായ ആ കുട്ടിയുമായുള്ള വേർപാട്, അതെ, ഇസ്മായേൽ, ഹാഗാറിലൂടെയുള്ള മകൻ. ദൈവമേ, ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം കരഞ്ഞു വിളിച്ചു പറഞ്ഞതാണ്. അവൻ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവനിൽ നിന്നും വേർപിരിയുന്നത് അബ്രഹാമിന് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഇതാ അടുത്ത വലിയ പരീക്ഷ, തന്റെ ജീവിതത്തിലെ 4ാമത്തെ വലിയ പരീക്ഷ. ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇസഹാക്കിലൂടെയാണ് തന്റെ വംശം നിലനിൽക്കുവാൻ പോകുന്നതെന്ന് ദൈവം തന്നെ അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് അബ്രഹാമിന് ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവം ഇസഹാക്കിനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചു. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഹോമയാഗവുമായി തന്നെ മുൻപോട്ടു പോകുവാനാണ് അവന്റെ പ്ലാൻ. തന്റെ മകനെ യാഗമായി അർപ്പിച്ചതിനാൽ അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു എന്ന് യാക്കോബ് എഴുതിയിരിക്കുന്നു. എന്നാൽ ഒന്ന് നിൽക്കണേ, അബ്രഹാം തന്റെ മകനെ യാഗം കഴിച്ചോ? തന്റെ മകന്റെ മേൽ കത്തിവെച്ചു എന്നെങ്കിലും നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞത്? 22-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്നവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. ഇപ്പോൾ ദൈവത്തിനറിയാം അബ്രഹാം തന്നെ ഭയപ്പെടുന്നുണ്ടെന്ന്. എങ്ങനെയാണ് അവനത് അറിയാവുന്നത്? അവന്റെ പ്രവർത്തനങ്ങളാൽ. നേരത്തെ അവന്റെ വിശ്വാസത്താലായിരുന്നു ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു. നേരത്തെ അവന്റെ വിശ്വാസത്താലായിരുന്നു. സുഹൃത്തെ, ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു. നിങ്ങൾ സത്യസന്ധനാണോ? എന്നാൽ നിങ്ങളുടെ അയൽക്കാർക്കോ സ്നേഹിതർക്കോ അത് അറിയാമെന്ന് വരില്ല. അവർക്കത് നിങ്ങളുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കൂ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന്. വിശ്വാസം എന്തെങ്കിലും പുറപ്പെടുവിച്ചേ മതിയാകും. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം വിളിക്കുന്ന ഏതൊരു വ്യക്തിയെയും, ദൈവം രക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയെയും, ദൈവം ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം പരിശോധിക്കും, പരീക്ഷിക്കുമെന്നത്രേ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഇന്നും തന്റേതായവരെ ദൈവം പരീക്ഷിക്കുന്നു. അവൻ നിങ്ങളെയും എന്നെയും പരീക്ഷിക്കുന്നു.
പരീക്ഷ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുവാനും നമ്മെ നിലനിർത്തുവാനും തനിക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാനും അത്രേ. ഇവിടെ അബ്രഹാമിന് ഏറ്റവും വലിയൊരു പരീക്ഷ നൽകിയിരിക്കുന്നു. ഇതിനുശേഷം ദൈവം അവനോട് ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവനെ പരീക്ഷിക്കേണ്ടതില്ല. 22 അധ്യായത്തിന്റെ 13 വാക്യം നോക്കിക്കേ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു. ക്രിസ്തുവിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ചെറിയ മൃഗത്തെയാണ് പകരം വയ്ക്കലായി, പ്രായച്ചിത്തമായി, മറുവിലയായി ഏദൻ തോട്ടം മുതൽ ക്രൂശ് വരെ നാം കാണുന്നത്. അല്ലാതെ ദൈവം മനുഷ്യബലി അനുവദിക്കുകയല്ല. എന്നാൽ തന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ക്രൂശിലേക്ക് ചെന്ന് അവിടെ മരിച്ചു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? റോമാലേഖനം 8 അധ്യായത്തിന് 32 വാക്യം. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അർപ്പിക്കപ്പെട്ട യാഗപീഠമായി ക്രൂശ്, അത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 14 വാക്യത്തിൽ നാം കാണുന്നത്, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അബ്രഹാം ആ സ്ഥലത്തിന് പേരിടുന്നു. ഒരു വലിയ പങ്കാളികൾ ചിന്തിക്കുന്നത് ശലോമോൻ തന്റെ ദൈവാലയം പണിതത് ഈ സ്ഥലത്തായിരുന്നു എന്നത്രേ. ദൈവാലയം നിന്നിരുന്ന അതേ കുന്നിൻ നിരയിലാണ്. അവിടെ അബ്രഹാം തന്റെ മകനെ അർപ്പിച്ചു. അതെ, അവിടെയായിരുന്നു യേശു കർത്താവിനെ ക്രൂശിച്ചതും. വളരെ മനോഹരവും മഹത്വകരവുമായ ഒരു കാര്യമത്രേ ഈ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലത്തിന് അബ്രഹാം യഹോവ കരുതും, യഹോവ സജ്ജീകരിക്കും എന്നൊക്കെയാണ് പേരിട്ടത്. അവന് പകരമായി ദൈവം ഇടപെട്ട സ്ഥാനമാകുന്നു ഇത്. യഹോവ ഈരേ. ഇതുപോലെ ദൈവത്തെ, അതെ, കരുതുന്നവനായ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പ്രിയ സുഹൃത്തെ? എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് ചിന്തിച്ചു നിൽക്കുന്നതായ അവസരത്തിൽ ഇതാ നിശബ്ദത ഭഞ്ജിക്കുന്ന ദൈവശബ്ദം, അതെ, കരുതുന്നവന്റെ ശബ്ദം. 15 16 വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. അതായത് ഈ പറഞ്ഞത് അബ്രഹാം ചെയ്തോ എന്ന്? ഇല്ല, അവൻ അവന്റെ മകനെ യാഗം കഴിച്ചില്ല. എന്നാൽ ദൈവം അവനോട് പറയുന്നു, നീ ഈ കാര്യം ചെയ്തു. ഒരു കാര്യം ഓർക്കണം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അവൻ അനുസരണത്തിന്റെ നെല്ലിപ്പലക വരെ പോയി. ഇത് നിങ്ങളും ലോകം മുഴുവനും കണ്ടതാണല്ലോ. തന്റെ ഏകജാതനായ പുത്രനെ അവൻ അർപ്പിക്കുവാൻ പൂർണ്ണമായും തയ്യാറായിരുന്നു. അതുകൊണ്ട് അവൻ അത് ചെയ്തതായി ദൈവം കണക്കാക്കി. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. എന്നാൽ മനുഷ്യരുടെ മുൻപാകെ അവൻ തന്റെ പ്രവൃത്തികളാലും നീതീകരിക്കപ്പെട്ടു. തനിക്ക് ഈ പറയുന്ന വിശ്വാസമുണ്ടെന്ന് അബ്രഹാം തെളിയിച്ചു. 17 18 വാക്യങ്ങളിൽ നാം കാണുന്നു, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഏത് സന്തതിയെക്കുറിച്ചാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്? വിശുദ്ധ പൗലോസ് ഈ സന്തതി ഏതാകുന്നു എന്ന് ഗലാത്യ ലേഖനം 3 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അങ്ങനെ സന്തതിയെക്കുറിച്ച് തിരുവചനം തന്നെ നൽകുന്ന വ്യാഖ്യാനം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ അവസ്ഥ. ഈ വലിയ സംഭവത്തിന് ശേഷം അബ്രഹാം മടങ്ങി ബേർശബയിലേക്ക് വരുന്നു. അബ്രഹാം അങ്ങനെ വരുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തെ. ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ദൈവ പൈതൽ. ഇത് അബ്രഹാമിന് മാത്രമുള്ളതല്ല എന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ അനുസരിക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ സമർപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ള അനുഗ്രഹമാകുന്നു. നിങ്ങളുടെ ജീവിതത്തെ അപ്രകാരം ക്രിസ്തുവിനായി സമർപ്പിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ അത് ദൈവം മറന്നിട്ടാകുന്നു എന്ന് ചിന്തിച്ച് നിരാശപ്പെടരുതേ സുഹൃത്തെ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. സ്വന്തം മകനെ ബലിയാക്കുവാൻ പറഞ്ഞ ദൈവത്തെ മനസ്സിലാക്കുവാൻ അബ്രഹാം വളരെ പ്രയാസപ്പെട്ടു കാണും. എന്നാലും തന്റെ നേരത്തെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവൻ ദൈവത്തെ അനുസരിച്ചു. അത് അവനും അനേകർക്കും അനുഗ്രഹമായി. നിങ്ങളെയും ദൈവം അപ്രകാരത്തിൽ അനുഗ്രഹിക്കുവാൻ മതിയായവനാണ്. അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവനെ അനുസരിക്കുമോ? വിവിധങ്ങളായ പരീക്ഷകളെ നേരിട്ട്
മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ഇന്നത്തെ പഠനം നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ലേ? ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്ന് കണ്ടില്ലേ? അവൻ പരീക്ഷയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ പരിഹാരമായിട്ട് മാർഗവും നമുക്ക് കാണിച്ചു തരും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതോർത്ത് സ്തോത്രം. ഏതൊരു സാഹചര്യത്തിലും നിന്റെ കരം ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് തരുന്നതിനായി സ്തോത്രം. ദോഷത്തിനെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും കർത്താവെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണല്ലോ അവിടുന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പിറുപിറുത്തു പോയ അതുപോലെയുള്ള സമയങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു, ക്ഷമയാചിക്കുന്നു. കർത്താവെ, നിന്നിൽ കൂടുതൽ ആശ്രയിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളായും വ്യക്തികളായും സമൂഹങ്ങളായും സഭകളായും അനുഗ്രഹിച്ച് അങ്ങേക്ക് ഹിതകരമാവണ്ണം ജീവിപ്പാൻ ഒരുക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പഠനത്തിൽ പങ്കുകൊണ്ടതിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വീണ്ടും കാണാം.